എന്തെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നെന്താ കൊച്ച പ്രത്യേകത? ഇന്ന് മോന്റെ ബർത്ത്ഡേയാ. അപ്പൊ ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. അത് ഇന്നലെ രാത്രി തൊട്ടേ കൊടുക്കുന്നുണ്ട്. അതെനിക്കിതൊരു 56-ാമത്തെയാ കേട്ടോ. അതെ അതെ, കൊറേ ഉമ്മ കൊടുത്തു, പിന്നെ എന്താ പറയാ, കൊറേ കെട്ടിപ്പിടിച്ച്, പിന്നെ കൊറേ നാള് കൂടിയിട്ട് കൊച്ചിനെ കിട്ടിയതാണ് എനിക്ക് ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട്. അല്ലേ? എത്ര നാളായി? 4ാം ക്ലാസ്സോ? 4ാം ക്ലാസ്സിലെങ്ങാണ്ട് വെച്ച് ഞാൻ ബർത്ത്ഡേ കേക്ക് കൊച്ചു 3ാം ക്ലാസ്സിലെങ്ങാണ്ടായിരുന്നപ്പോ ഞാൻ ബർത്ത്ഡേ ആഘോഷിക്കാനായിട്ട് കൂടുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ എല്ലാ ബർത്ത്ഡേയും ഞാൻ ഒറ്റയ്ക്കാന്ന്, ഇവരെല്ലാം കൂടെ ആഘോഷിക്കുമായിരുന്നു കേട്ടോ. അപ്പൊ ഇപ്രാവശ്യം ഞാൻ ഈ കൊച്ചിനെ ഈ മാസം തന്നെ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം മനസ്സിലായി കാണുമല്ലോ. മനസ്സിലായി. അപ്പൊ എന്റെ കൂട്ടുകാരൻ ആഷിന്റെയും കൂടെ ബർത്ത്ഡേ ആണ്. അപ്പൊ അവനും മെനി മോർ ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു യു. അതെ, ഇവര് രണ്ടുപേരും എല്ലാ വർഷവും അങ്ങോട്ടും ഇങ്ങോട്ടും മെസ്സേജ് അയച്ച് വളർന്നു കേട്ടോ. അപ്പം അവനെ ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. ഇന്ന് ഞാൻ ഓഫൊക്കെ ചോദിച്ച് അടിച്ചു പിടിച്ച് മേടിച്ചെടുത്തതാണ്. അപ്പൊ കൊച്ചിനെയും കൊണ്ട് പോകാം. എന്താണോ താൻ എന്റെ സെയിം ഉടുപ്പൊക്കെ ഇട്ടേക്കുന്നു? കാണിച്ചു തരാം കേട്ടോ. ആരാ സുന്ദരി എന്നൊന്ന് പറയണം കേട്ടോ. അതെ, ആരാ സുന്ദരിന്ന് പറയണേ. ഒരു ചെറിയ ഒരു ഇതൊക്കെ ചെയ്ത് ടച്ചപ്പൊക്കെ ചെയ്ത് കൊച്ചൊരു ഇത്തിരി സുന്ദരിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ കൊച്ചു കുറച്ച് പുട്ടിയൊക്കെ ഇട്ട് സുന്ദരിയൊക്കെ ആയിട്ടുണ്ട്. ഇട്ടില്ല ഞാൻ പൗഡറും ഇട്ടില്ല. കാരണം ഇന്ന് ഞാൻ ഇച്ചിരി ഇത് ക്രീം എടുത്ത് തൂത്ത് വലിയുന്നുണ്ടായിരുന്നു മുഖം. അതുകൊണ്ട് ഏതായാലും ഇന്നത്തെ സുന്ദരി താനാണല്ലോ. ആണോ? അപ്പൊ സമ്മതിച്ചേ. പിന്നെ സർപ്രൈസ് ആയിട്ടൊക്കെ കൊടുക്കണമെന്നുണ്ടായിരുന്നു. അപ്പൊ ചേട്ടായി ഏതായാലും വന്ന് ചേട്ടായിയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്ത സ്ഥിതിക്ക് എന്റെയും ചെയ്യും എന്നുള്ള ഒരു കാര്യമൊക്കെ കൊച്ചിന് അറിയാം. അപ്പൊ പിന്നെ ഞാൻ കൂടുതൽ സർപ്രൈസസ് ഒന്നും ഇല്ല. പുറത്തുനിന്ന് കൊണ്ടുപോയി ഫുഡ് കഴിക്കുക, തിരിച്ചു പോരും. ഓക്കെ, അത്രേ ഉള്ളൂ. അത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, അതിനാണ് ഈ വലിയ ഗെറ്റപ്പൊക്കെ ഇട്ടേക്കുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ഏതായാലും നമുക്കൊന്ന് കൊണ്ടുപോയി നോക്കാം, അല്ലേ? നോക്കാം. പിന്നെ റൂമില് ചേച്ചിക്കാണെങ്കിൽ ഇന്ന് ഡ്യൂട്ടി ഉണ്ട്. അത് ഞാൻ നേരത്തെ കൂട്ടി പറഞ്ഞ ഓഫ് എടുക്കണമെന്ന്, പക്ഷെ ആൾക്ക് ഓഫ് കിട്ടിയില്ല. എന്നാലും എന്നെ രാവിലെ ഗിഫ്റ്റും കൊണ്ടുവന്ന് കൈ തന്ന് ഉറക്കത്തിൽ വിഷ് ചെയ്ത് പോവാന്നൊക്കെ പറഞ്ഞ് പോയി. രാത്രി 1 മണിക്കേ പുള്ളിക്കാരി വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത് കാണാൻ പറ്റത്തില്ല. എന്തായാലും കേക്ക് കൊണ്ടുവന്ന് കൊടുക്കണം. കേക്ക് മുറിക്കുന്നില്ല, എന്നോട് രാവിലെ തൊട്ട് പറയാ ലൈറ്റിന്റെ കേക്ക് മുറിക്കുന്നുണ്ടെന്നൊക്കെ പറയാം. ലൈറ്റിന്റെ കേക്ക് ഇവിടെ പ്ലം കേക്ക് ഇരിപ്പുണ്ട്, അത് വേണമെങ്കിൽ മുറിച്ചു തരാം. ആണോ? ഏതായാലും പപ്പ അമ്മയൊക്കെ വിളിച്ച് എല്ലാരും വിഷൊക്കെ ചെയ്തിട്ടുണ്ട്. നേരെ വീട്ടിലോട്ട് പോയാലോ? നേരെ വീട്ടിലോട്ട് പോവാം. എങ്ങനെയുണ്ട്? തിരിഞ്ഞു നോക്ക്. കണ്ടോ? അടിപൊളിയാണോ? ആണോ? ഞങ്ങള് നേരത്തെ ഇങ്ങ് ഓടിക്കേറി പോന്നല്ലേ? അത് ഞാൻ പാട്ട് എന്തിയടാ, നീ അല്ലേടാ എന്നോട് പറഞ്ഞ കേറിക്കോ പോരാ. ഞാൻ പറഞ്ഞു ഞാനവിടുത്തെ പാട്ടിട്ട് കേടും, ഞാനിങ്ങ് ഓടിക്കേറി. ചേട്ടാ ഇതോ, ഇതൊക്കെ സെറ്റാക്കി. വാ പുറകോട്ട് വാ. എങ്ങനെയുണ്ട്? നല്ലതാണോ? ചേട്ടന്മാരെ ഡെക്കറേറ്റ് ചെയ്ത് അവരോട് താങ്ക്സ് പറ. കേക്ക് എങ്ങനെയുണ്ട്?
അതെ അതെ ഞങ്ങള് കേക്ക് കട്ട് ചെയ്യാണ്ട് ഉള്ള സെറ്റപ്പിലാണ്. എങ്ങനെയുണ്ട്? എടോ പിങ്ക് കളർ കിട്ടിയില്ല, അതുകൊണ്ട് ബ്ലൂ കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. കുഴപ്പമില്ല, ഇത്രയൊക്കെ തന്നെ വലുതല്ലേ. ആണോ? ചേട്ടായുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് അവിടെയാ. ആ ഞങ്ങളൊരു ചേഞ്ചസിന് ഇങ്ങോട്ടേക്ക് ആക്കി. നല്ലയാണോ? താവോടും നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേടാ? ബട്ടർഫ്ലൈയാ. എന്റെ കൂടെ ഉള്ളവരെല്ലാം ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാനും വീഡിയോയിൽ വരാനും പേടിയുള്ളവരായതുകൊണ്ട് എല്ലാരും എന്റെ പുറകിൽ ഒളിച്ചു നിൽക്കുകയാണ്. എല്ലാരും നമ്മൾ എവിടെയെങ്കിലും ഒക്കെ പിടിച്ചിടുന്നതായിരിക്കും അല്ലേ? എന്നാ കേക്ക് കട്ട് ചെയ്താലോ? ഞാനില്ലെന്ന് പറഞ്ഞ എല്ലാരും ഓടും കേട്ടോ. അയ്യോ, ഇതാ കേക്ക് കട്ട് ചെയ്യാ. ഞാൻ വരണോ? എന്നത്തിന്? തന്റെ ബർത്ത്ഡേ അല്ലേ? രണ്ടുപേരും കൂടെ ആണോ? എന്നാ ഞാൻ വീഡിയോ ഇവരെ ഏൽപ്പിച്ചിട്ട് വരാം. ഓളയിലെ എക്സ്പേർട്ടാ കൊടുക്കേ വീടിയിലാളാ. അതെ, ഞാൻ എക്സ്പേർട്ട് അല്ല, അതുകൊണ്ടാ കേട്ടോ. ഞാൻ ബേക്കുന്ന എടുക്കുന്നത് കുഴപ്പമില്ല. എന്റെ ചേച്ചി കുറച്ച് അടുത്ത് നിൽക്ക്. Happy birthday to you. Happy birthday. തന്റെ കൈ വിറയ്ക്കുന്നുണ്ടോ? അതിന്റെ കൈ വിറയ്ക്കുന്നേ. ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. കൊടുക്കേ Happy birthday to you. Happy birthday. തന്റെ കൈ വിറയ്ക്കുന്നുണ്ടോ? അതിന്റെ കൈ വിറയ്ക്കുന്നേ. ഞാൻ വീഡിയോ എടുക്കുന്നതാണ്. കൊടുക്കേ വലിയ ഗിഫ്റ്റ് ഉണ്ട്. പക്ഷെ ഇത് എന്റേതല്ല, ഇത് വേറെ ആള് മേടിച്ചേക്കുന്ന. ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഉണ്ടോ? എന്നെ ഒന്ന് ഗസ് ചെയ്യാൻ പറ്റുമോ? കൊച്ചു നോക്കുക കേട്ടോ. ഇല്ലാത്ത ഫലം എന്നതാ ഇല്ലാത്തെന്ന് നോക്കുക. ആണോ? തോക്ക വെച്ചു ധൃതി കൂടി കേട്ടോ. എന്താ അതിലേക്കാണ്? ഓ
എന്റെ കൈയുടെ സൈസിലാണ്, കാരണം എന്റെ എല്ലാ മോതിരം അടിച്ചോണ്ട് പോയി. അപ്പൊ അല്ല അത്രയും മതിയോ? ഒരു ഉമ്മ കൂടെ തന്ന ചിലപ്പോ ഞാൻ ഒരു ഗിഫ്റ്റ് കൂടെ കൊടുക്കും. അത് ഗോൾഡ് വേണോ വേറെ എന്തെങ്കിലും വേണോ? ഇനിയുണ്ട്. അത് പ്രാങ്കാട്ടോ. എന്റെ കൈ പറിച്ചിട്ട് അപ്പൊ കാണാം. കാണുന്നുണ്ട്. കൊച്ചിനെ മോതിരം ലോക്കറ്റാണ് ഇല്ലാതിരുന്നത്. പിന്നെ ഞാൻ എൻ്റെ ഒരു ഇതിന് വേണ്ടിയിട്ട് ലോക്കറ്റ് കൂടെ മേടിച്ച കേട്ടോ. ലോക്കറ്റ് മോതിരം എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? നല്ലതാണോ? നല്ലതാണോ? എന്നാൽ ഒരു മുഹൂർത്തം. അപ്പം ഇത് ചേട്ടായുടെ വകയോ മറ്റേത് എൻ്റെ വകയോ കേട്ടോ. ആ ചേട്ടായ വക. അതാണ് ഇന്നലെ 12 മണിക്ക് ഹാപ്പി ബർത്ത്ഡേ കൂടി ഒക്കെ പറഞ്ഞു. ഒത്തിരി മിസ് ചെയ്തു അല്ലേ? ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. പറയുന്നുണ്ട് കേട്ടോ, ഹാപ്പി ബർത്ത്ഡേ പറയുന്നുണ്ട്. അയ്യോ കിട്ടി ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞു കേട്ടോ. ഈ ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞ ആളുടെ എനിക്കല്ല, ഇത് ഈ ചേച്ചിക്ക്. അയ്യോ ചേച്ചി അങ്ങോട്ടല്ലേ കൊടുക്കണ്ടേ? മോടെ പേരെങ്ങനെയാ? പേരെങ്ങനെയാടാ? കുഞ്ഞിന്റെ പേരെങ്ങനെയാടാ? കൊച്ചിന്റെ മുഖത്ത് തന്നെ വെട്ടം അടിക്കുന്നല്ലോ. ആ അവിടെ നിന്നാ മതി, അപ്പൊ സെറ്റായി. ഒട്ടും പ്രതീക്ഷിച്ചില്ലേ? ആ ഔട്ട്ഡോർ. ആ ഞാനിന്ന് വന്ന് മേടിച്ചു കൊടുത്ത ഇതൊക്കെ. ആ അതൊക്കെ വന്ന്. താൻ വന്നില്ലല്ലോ എന്റെ കൂടെ. എടാ താൻ എന്റെ കൂടെ വന്നപ്പോഴാണോ ഞാൻ ഇവിടെ വന്ന്? ഇങ്ങോട്ട് കേറുന്ന താൻ കണ്ടോ? ഇല്ലല്ലോ. ആ ഞാൻ ഇടയ്ക്ക് എന്റെ കണ്ണ് ചെക്ക് ചെയ്യാൻ പോകുന്നവന് പോയി ഓർക്കുന്നുണ്ടോ? ആ അപ്പം ഇതായിരുന്നു ആശുപത്രി. അയ്യോ താൻ ഊതിക്കെടുത്തിയില്ല. കേക്കും കട്ട് ചെയ്ത് കൊടുക്കും കഴിഞ്ഞു, എന്നിട്ട് ഊതി. അയ്യോ അതെ ഗിഫ്റ്റ് തരട്ടെ. അതെ 71 ആക്കിയല്ലോ കൊച്ചെ. അത് ഒന്ന് ആലോചിച്ചരുതല്ലേ? അല്ല ഞാൻ പിങ്ക് കളറൊക്കെ നോക്കിപ്പോയി കേട്ടോ, പക്ഷെ പിങ്ക് കളറൊന്നും കിട്ടിയില്ല. നമ്മുടെ വീഡിയോ കാണുന്ന ചേട്ടനാണ് കേക്ക് സെറ്റ് ചെയ്ത് തന്നത്. അപ്പം എന്നോട് ചോദിച്ചു സർപ്രൈസ് ആണെന്ന്. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ല, ആൾക്കൊരു ചെറിയ ഡൗട്ടൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ആ കൊടുത്തു. 1,31,000. എല്ലാവർക്കും കൊച്ചിന്റെ വക ബർത്ത്ഡേ. ആണോ? അവര് ആ 8 വർഷം കൂടിയിട്ട്.
എല്ലാവർക്കും കൊടുക്കാനാ? എടാ കള്ള, എടാ കള്ള. എന്നോട് റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോ ഇതൊന്നും പറയാഞ്ഞേ? തന്നോട് പറഞ്ഞിട്ടാണ്. തനിക്ക് എവിടെയാ കത്തിന്ന് എനിക്കറിയാം. കത്തിയ മീൻസ് കത്തിയായിരുന്നു. കേക്ക് മുറിക്കുന്ന എനിക്കറിയായിരുന്നു, പക്ഷെ ഇവിടെ ആവുന്ന ഞാൻ ഇവിടെ ആവുന്ന പ്രതീക്ഷിച്ചില്ല ഒട്ടും. കൊച്ചു ഭയങ്കര തിരക്കാ. ഇന്ന് എന്റെ കൂടെ വന്നവർക്കെല്ലാം ഫോട്ടോഫോബിയ. ആരും ക്യാമറയ്ക്കകത്ത് അല്ലേടാ? ഇപ്പൊ കൊച്ച് എല്ലാവർക്കും കേക്ക് കൊടുക്കാൻ പോവാ കേട്ടോ. ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് കൊടുക്ക. ആ ഹായ് പറ ആദ്യം. Today is her birthday. Bye. എടാ ഒരു ഹായ് പറയാൻ പറഞ്ഞാ പേടിപ്പിക്കും. ആ കൊടുത്തിട്ട് പോയോ? ഞാനോ മോതിരം കാണിച്ചാണോ? മോതിരം ഇഷ്ടപ്പെട്ടോ? അല്ല, പിന്നെ എന്നെ വേണം. ഞങ്ങൾ ഇങ്ങനെ ഫുഡ് ഓർഡർ ചെയ്തിട്ടിരിക്കുവായിരുന്നു. കൊച്ചിന് വീഡിയോ അയച്ചു കൊടുക്കാൻ എളുപ്പം പപ്പാടെ ഫോൺ, അതുകൊണ്ടാണ് ഇവത്തി എടുക്കുന്നത്. ഐഫോൺ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലേ? ഐഫോണിൽ ഭയങ്കര പരിപാടി അയച്ചു കൊടുക്കുന്നത്. ചേട്ടാ ഭയം നീ എടുത്തോ, അവൻ കട്ടാക്കി. എന്താണ് നമ്മുടെ സ്പെഷ്യൽ? സീഫുഡില്, ചിക്കനില്, ബീഫിലും, മട്ടൺ എല്ലാത്തിലും ഉണ്ട്. സൂപ്പാണ്. സൂപ്പാണ് സ്റ്റാർട്ടർ ജസ്റ്റ് ചേട്ടാ പറഞ്ഞോ. സൂപ്പാണ്. സൂപ്പാണ്. ചേട്ടൻ വേറെ മോഡലല്ലേ? എന്നാണ് പറയാ സ്റ്റാർട്ടർ? സൂപ്പ് പറയാം. സൂപ്പാണ്. സൂപ്പിൽ എന്താ ചിക്കൻ, വെജ്, നോൺ വെജ്, മട്ടൺ സൂപ്പുണ്ട്, നാളെ ചിക്കൻ സൂപ്പുണ്ട്, സീ ഫുഡ് സൂപ്പുണ്ട്, മാഞ്ചോ ഉണ്ട്. മട്ടനാകുമ്പോഴത്തേക്കും പെപ്പർ ഇപ്പം നമ്മുടെ ഹോസ്റ്റലിൽ വരും. ചെറിയ സ്പൈസിനൊക്കെ ഉണ്ടാവും. മട്ടൻ മതി അല്ലേ? 3/6 ചെയ്താൽ പോലെ. എന്ത് സ്വാഗതം കൊച്ചേ, ഇതെന്താ കൊച്ചേ? നമ്മുടെ ടേബിളിൽ ഇരുന്ന് ഇളകിയെന്നോ? മൂന്നാർ ചിക്കൻ കറി കേട്ടോ. കൊച്ചിന്റെ സ്പെഷ്യലാ. വെക്കാൻ സ്ഥലമില്ല, ഇവിടെ ലോപ്പിക്കാം. ഇതെന്നാടാ? എന്നാടാ പര കത്തിക്കോടാ? അതെ അതെ. എന്റെ വളയോ? ഓക്കെ ഓക്കെ. അയ്യോ പുക തീർന്നു പോയല്ലോ. പുക തീർന്നു പോയി. തനിക്കുള്ളതാ, ബർത്ത്ഡേ ഗേളിന് സ്പെഷ്യലാ.
സ്പെഷ്യൽ ചൂടോ? നിനക്ക് എടാ 5 വരുമോ? 5 വേണ്ട. അയ്യോ ഓൾറെഡി 2 അടുത്തിരിക്കും 6 വരും അല്ലേ? അതെ അതെ 2 ദിവസത്തേക്കിന് ഒന്നും വേണ്ട. ഡയറ്റിങ് ഇരിക്കുന്ന ആൾക്കാരെയാ ഞാനിവിടെ പിടിച്ചോണ്ടിരുത്തേക്കുന്നത്. ഞാൻ നാളത്തേക്കിന് ഫുഡ് കുക്ക് ചെയ്തിട്ട് പോലും ഇല്ല. മോർണിംഗ് ഷിഫ്റ്റ് പോയിട്ട് ഒരു ചായ നിൽക്കും. വെച്ചാ ചോറ് മീൻകറി. ട്രാവൻകൂർ ചിക്കൻ ഫ്രൈ കേട്ടോ. ട്രാവൻകൂർ ട്രിവാൻഡ്രം അല്ലേ? തിരുവനന്തപുരം. ഞങ്ങക്ക് സ്റ്റാർട്ടർ വന്നായിരുന്നു, സൂപ്പ്, പിന്നെ സാലഡ്, ചിക്കൻ. ട്രാവൻകൂർ ചിക്കൻ ഫ്രൈ. അത് ചേട്ടൻ തന്നെ ഓർഡർ ചെയ്ത് കൊണ്ടുവന്ന കേട്ടോ അല്ലേ? കാണാം. ഇനി എന്നാ വരാനുള്ളേ? ഇനി വരാനുണ്ടല്ലോ, ഐറ്റംസ് ഒക്കെ വരാനുണ്ട്. വന്നിട്ട് കാണിച്ചു കൊടുക്കാം. അപ്പത്തിനോ? പക്ഷെ ഇവിടുത്തെ അപ്പം എനിക്ക് ഇഷ്ടം. സീ ഫുഡ് വഞ്ചിക്കൂട്ടെന്നുണ്ട്. സീ ഫുഡ് വഞ്ചിക്കൂട്ട് കാണാവാ? കാണാവല്ല, കാണാവ. പെപ്പർ ബീഫ് ഫ്രൈ. ആ ഫിലിം ഇറങ്ങാൻ മുന്നേ ജസ്റ്റ് അതെല്ലാം പറ്റിയത്. കുണ്ടുമ്പാവെ ഫോട്ടോ എടുക്കാം തുറന്നല്ലേ? ഇതൊക്കെ നിങ്ങൾ പറഞ്ഞിട്ട് വേറെ പറഞ്ഞിരുന്ന ബട്ടർ നാനും കൂടെ പറഞ്ഞിട്ടുണ്ട്. തനിക്കിതൊക്കെ ഇഷ്ടമാണോ? ഇഷ്ടമാ, കഴിച്ചു നോക്കാം. കഴിച്ചു നോക്കാന്നാണ്. സൂപ്പ് ഇത്തിരിയെ കുടിച്ചുള്ളൂ, ഞാൻ കണ്ടു. സൂപ്പ് കുടിച്ചോന്ന് വെച്ചാ ലാസ്റ്റ് മല്ലിയിലയുടെ അത് കുടിച്ചില്ല. ആണോ? അത് ഞാൻ പറഞ്ഞു. ഫുഡൊക്കെ വന്നു. ഇനി കൊച്ചിന് കോയിൻ പൊറോട്ട കൊടുക്കാം കേട്ടോ. കൊച്ചു കഴിച്ചു നോക്കണം. അറിയുന്നില്ല അങ്ങനെ ഇങ്ങനെ പച്ചക്കറി. ചിക്കൻ വരാനുണ്ട്. അതാ നമ്മുടെ സ്പെഷ്യൽ. അതൊന്നും അതില്ല. ചിക്കൻ എല്ലാവരുടെ ഫോൺ അതിലെല്ലാം ഫോൺ വീഡിയോ വെക്കണ. ബർത്ത്ഡേ ഗേളിന് മൊജിറ്റോ കൊണ്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഫുഡും കഴിച്ചു. ഇതെന്താ വെച്ചേ? കല്ലുമ്മക്കായ, ഞണ്ട്, ചിക്കൻ, മീൻ. ഇനി എന്നാ ഉള്ളേ? ബീഫ് എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം കഴിച്ചു. പിന്നെ അപ്പം ഉണ്ടായിരുന്നു. പിന്നെ എന്നായിരുന്നു? നോട്ട് പൊറോട്ട. കോയിൻ പൊറോട്ട. ഇതിനെങ്ങനെ പറയാം? എല്ലാം കഴിച്ചു കേട്ടോ. കൊച്ചു കേക്ക് കഴിക്കുമ്പോ തരുമ്പോ വേണ്ടെന്ന് പറയരുത്. നമ്മളല്ലേ അങ്ങോട്ട് കൊടുക്കണ്ട. ഞാനും കൊടുത്തിട്ട് ആണ്. അയ്യോ, തനിക്ക് കേക്ക് ഇഷ്ടായോ? ആണോ? ആഹാ, എന്നാടോ നല്ലതാണോ? ഡെക്കറേഷനൊക്കെ ഒന്നുകൂടെ കാണണമെന്നുള്ള തോന്നല. ബട്ടർഫ്ലൈ ഒക്കെ ചേട്ടന്മാരുടെ ക്രിയേഷനാണ് കേട്ടോ. ഫുഡ് നല്ലായിരുന്നു, സൂപ്പറായിരുന്നു അല്ലേ? താൻ ഹാപ്പി ബർത്ത്ഡേ കണ്ടായിരുന്നോ? അത് ഞാൻ വണ്ട്, മങ്കി, കിളി. എടാ താൻ ഇന്ന് ഒരു കുഞ്ഞു മാവയല്ലേ, അതുകൊണ്ടാണ് ഞാൻ അത് അങ്ങനെ കുഞ്ഞു പിള്ളേരുടെ കൂട്ടെടുത്തേ. ആ കൊള്ളാവോ? ഇഷ്ടപ്പെട്ടോ? ഫുഡ് സൂപ്പറായിരുന്നോ? ലാസ്റ്റ് വന്ന ഐറ്റം എങ്ങനെ ഉണ്ട്? അതിന്റെ പേരെന്നാന്ന് എനിക്കറിയത്തില്ല.
ലാസ്റ്റ് വന്ന സംഭവത്തിന്റെ പേരെന്നാ? ലാസ്റ്റ് വന്നത് ഞാനന്ന്. ലാസ്റ്റ് വന്ന മുതല് അല്ല മറ്റേ ലാസ്റ്റ് മറ്റേ പുക വന്ന സാധനം സിസിലി. ആ ഓക്കെ. അവിടെ കൂടെ കൊടുക്ക് ഷെയ്ക്കാണ്ട്. ആയിരം വർഷം, അതിലും കുറവൊന്നുമില്ല. അതെ അതെ, അടുത്ത വർഷത്തെ ബർത്ത്ഡേക്ക്. അതെ അതെ, അവൻ 1 വർഷം കഴിഞ്ഞ്. പപ്പയും അമ്മയും വന്നപ്പോഴാണേലും ഇവിടെയാണ് വന്നത്. നമ്മൾ പിന്നെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സ് വന്നാലും ഇവിടെ തന്നെ കൊണ്ടുവരാറ് അല്ലേ? അതെ. ആ ഞങ്ങള് അവനെ വീഡിയോ ഇട്ട് കഴിയുമ്പോൾ ലിങ്ക് അയച്ചു തരാം. ആ സെറ്റ്. നമ്മളെപ്പോ വന്നാലും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ഇന്ത്യൻ കോഫി ഹൗസിലെ സാറാണ് കേട്ടോ. ഞങ്ങളിപ്പോ വന്നപ്പോ അന്വേഷിച്ചേ ഉള്ളൂ ഇന്ത്യന്ന്. ആളിപ്പോ എത്തിയതേ ഉള്ളു അല്ലേ ചേട്ടാ? പിന്നെ എന്റെ ഇത് അനിയത്തി കൊച്ച്, അതിന്റെ ബർത്ത്ഡേ ആയിരുന്നു. അനിയന്റെ അതെ അനിയന്റെ ബർത്ത്ഡേ ആണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ആഘോഷിച്ചത്.